Morning students, last class we learned section formula. In that we learned two cases, first one internally and the second one externally. Today I am going to take one remark is there and our exercise 10.2. Okay, first I am going to take that remark. Okay, look at the figure. എല്ലാവരും ഈ ഫിഗർ നോക്കിക്കേ. ഇൻ ദിസ് കേസ് ഈ കേസിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്റേർണലി എങ്ങനെയാണ് നമ്മൾ തേർഡ് പോയിന്റ് ഒരു പി ക്യൂ എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിനെ ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ആൻഡ് ഫൈൻഡ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദാറ്റ് ഒ ആർ അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഈ ഒ ആറിന്റെ പൊസിഷൻ വെക്ടർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ആർ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഇഫ് ആർ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് പി ക്യൂ, പി ക്യൂവിന്റെ മിഡ് പോയിന്റ് ആയിട്ടാണ് ആറ് വരുന്നതെങ്കിൽ, ക്ലിയർ ആയോ? പി ക്യൂവിന്റെ മിഡ് പോയിന്റ് ആയിട്ടാണ് ആറ് വരുന്നതെങ്കിൽ ദെൻ എം ഈക്വൽ ടു എൻ, എമ്മും എന്നും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്താണ്? എം ഈക്വൽ ടു എൻ. ക്ലിയർ ആയോ? ഇഫ് ആർ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് പി ക്യൂ, പി ക്യൂവിന്റെ മിഡ് പോയിന്റ് ആയിട്ടാണ് ആറ് വരുന്നതെങ്കിൽ എമ്മും എന്നും ഈക്വൽ ആയിരിക്കും. സോ ദ പൊസിഷൻ വെക്ടർ ഓഫ് ഒ ആർ, പൊസിഷൻ വെക്ടർ ഓഫ് വെക്ടർ ഒ ആർ എന്ന് പറയുന്നത് എന്ത് വരും? വെക്ടർ എ പ്ലസ് വെക്ടർ ബി ബൈ ടു. ക്ലിയർ ആയോ? ആർ എന്ന് പറയുന്നത് ഇന്റേർണലി ആണ്. കേസ് 1 ഇന്റേർണലി ഇല്ല. ആർ എന്ന് പറയുന്നത് പി ക്യൂവിന്റെ മിഡ് പോയിന്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ എമ്മും എന്നും ഈക്വൽ ആയിരിക്കും. സോ വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ദാറ്റ് പൊസിഷൻ വെക്ടർ ഓഫ് ഒ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ബൈ ടു. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, all of you take your textbook and look at the exercise 10.2. Exercise 10.2. Look at the first question. ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, നിങ്ങൾ നോക്കിക്കോണം. ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് വായിച്ചു തരാം. എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? കമ്പ്യൂട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോളോയിങ് വെക്ടേഴ്സ്. താഴെ കൊടുത്തിരിക്കുന്ന വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതുക? നമുക്ക് തന്നിരിക്കുന്ന വെക്ടേഴ്സ് എഴുതുക. ഫസ്റ്റ് വെക്ടർ ഏതാ കൊടുത്തിരിക്കുന്നത്? വെക്ടർ എ. ഓരോന്നിന്റെ കാണാം അല്ലെ. വെക്ടർ എ തന്നിട്ടുണ്ട്, വെക്ടർ ബി തന്നിട്ടുണ്ട്, വെക്ടർ സി തന്നിട്ടുണ്ട്. അപ്പോൾ വെക്ടർ എ എന്താണ്? ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ് അല്ലെ. ഇപ്പൊ ഇതിന്റെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കാണുന്നത് എങ്ങനെയാ? മാഗ്നിറ്റ്യൂഡ് ഓഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അപ്പൊ ഇവിടെ എങ്ങനെ വരും? എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഐയുടെ കോഎഫിഷ്യന്റ് എന്താണ്? 1. അപ്പൊ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. കാരണം ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസ് എന്താണ്? 1 ആണ് വരുന്നത്. സോ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 which is equal to root of 1 plus 1 plus 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. സോ റൂട്ട് 3. ക്ലിയർ ആയോ? അപ്പൊ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ എന്ന് പറയുന്നത് എന്ത് നമുക്ക് കിട്ടി? റൂട്ട് 3 കിട്ടി. ക്ലിയർ ആയോ? ഇതുപോലെ വെക്ടർ ബി, വെക്ടർ ബി അപ്പോൾ നോക്കിക്കേ. വെക്ടർ ബി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? എന്താ? 2i ക്യാപ് മൈനസ് 7j ക്യാപ് മൈനസ് 3k ക്യാപ്. അപ്പൊ അടുത്ത വെക്ടർ ഏതാ വന്നിരിക്കുന്നത്? ബി വെക്ടർ. ബി വെക്ടർ എന്താ വന്നിരിക്കുന്നത്? 2i ക്യാപ് മൈനസ് 7j ക്യാപ് മൈനസ് 3k ക്യാപ്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് വെക്ടർ എങ്ങനെ കാണുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ, ഐയുടെ കോഎഫിഷ്യന്റ് 2. സോ 2 സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ കേട്ടോ. അപ്പം ഐയുടെ കോഎഫിഷ്യന്റ് 2. സോ 2 സ്ക്വയർ പ്ലസ് ഇവിടെ എന്താണ്? മൈനസ് 7. ജെയുടെ കോഎഫിഷ്യന്റ് എന്താണ്? മൈനസ് 7. സോ മൈനസ് 7 ദി ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത എന്താണ്? മൈനസ് 3. കെയുടെ കോഎഫിഷ്യന്റ് എന്താണ്? മൈനസ് 3 ദി ഹോൾ സ്ക്വയർ. വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 2ന്റെ സ്ക്വയർ 4 പ്ലസ് മൈനസ് 7 ഇൻറ്റു മൈനസ് 7 എന്ന് പറയുമ്പോൾ മൈനസ് നമ്മൾ എന്താവും? പ്ലസ് ആവും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പം 7ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 7 49. അടുത്ത എന്താ? പ്ലസ് മൈനസ് 3 അല്ലെ. മൈനസ് 3 ഇൻറ്റു മൈനസ് 3 എന്ന് പറയുമ്പോൾ 9. കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിക്ക്. റൂട്ട് ഓഫ് എന്ത് വരും? 4 പ്ലസ് 49 പ്ലസ് 9 എന്ന് പറയുന്നത് റൂട്ട് 62. ക്ലിയർ ആയോ?
അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതി? വെക്റ്റർ എയുടെ മാഗ്നിറ്റ്യൂഡ് എഴുതി, ദെൻ വെക്റ്റർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എഴുതി. ഒന്നുകൂടെ പറയാം, മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന വെക്ടറിന്റെ മോഡുലസ് ആണ്. മോഡുലസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ആ ഇക്വേഷനിലേക്ക് ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസ് ഇട്ട് കൊടുക്കുന്നു, എന്നിട്ട് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? അപ്പം വെക്ടർ സി നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ നോട്ട്സ് തരാം, ഇപ്പം ഞാൻ ഇതിൽ എഴുതി കാണിക്കുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ. ഇനി അടുത്ത എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ. എല്ലാവരും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി. സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് എന്താ പറയുന്നത്? റൈറ്റ് ടു ഡിഫറെന്റ് വെക്ടേഴ്സ് ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ്. എന്താണ്? സെയിം മാഗ്നിറ്റ്യൂഡ് വരുന്നത് പോലെ രണ്ട് ഡിഫറെന്റ് വെക്ടേഴ്സ് എഴുതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? എന്താണ്? റൈറ്റ് ടു ഡിഫറെന്റ് വെക്ടേഴ്സ് ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ്. സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ള രണ്ട് ഡിഫറെന്റ് വെക്ടേഴ്സ് കാണാൻ. അപ്പം നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുക? ലെറ്റ്, ഞാനിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നു വെക്ടർ എ ഈക്വൽ ടു ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ് ആൻഡ് വെക്ടർ ബി ഈക്വൽ ടു ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് മൈനസ് കെ ക്യാപ്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? സെയിം മാഗ്നിറ്റ്യൂഡ് വരുന്ന രീതിയിൽ രണ്ട് വെക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ ഞാൻ രണ്ട് വെക്ടേഴ്സ് എഴുതി, വെക്ടർ എ ആൻഡ് വെക്ടർ ബി. വെക്ടർ എയും വെക്ടർ ബിയും തമ്മിൽ ഈക്വൽ ആണോ? നോട്ട് ഈക്വൽ ആണ് അല്ലെ? വെക്ടർ എ നോട്ട് ഈക്വൽ ടു വെക്ടർ ബി. കാരണം എന്താ? ഇതിന്റെ കോഎഫിഷ്യൻസ് ഒന്ന് നോക്കിക്കേ. ഐയുടെ കോഎഫിഷ്യൻസ് സെയിം ആണ്, ജെയുടെ കോഎഫിഷ്യൻസും സെയിം ആണ്. പക്ഷെങ്കിൽ കെയുടെ കോഎഫിഷ്യൻസ് സെയിം ആണോ? അല്ല അല്ലേ? കെയുടെ കോഎഫിഷ്യൻസ് എന്താണ്? ഡിഫറെന്റ് ആണ് അല്ലേ? ഒന്ന് 1ഉം ഒന്ന് -1ഉം ആകും. കോഎഫിഷ്യൻസുകൾ തമ്മിൽ, അതായത് കമ്പോണൻസിൻ്റെ അകത്ത് നമ്മൾ പറയും ഐ ജെ കെയുടെ കോഎഫിഷ്യൻസ് കറസ്പോണ്ടിങ് ആയിട്ട് ഈക്വൽ ആണെങ്കിൽ ആ വെക്ടേഴ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇഫ് വെക്ടർ എ ഈക്വൽ ടു വെക്ടർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കമ്പോണൻസും എന്തായിരിക്കണം? അല്ലെങ്കിൽ കോഎഫിഷ്യൻസ് ഓഫ് ഐ ജെ കെ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ ഈ കേസിൽ കോഎഫിഷ്യൻസ് എല്ലാം സെയിം ആണോ? അല്ല. അപ്പൊ എന്താണ്? ഐയുടെയും ജെയുടെയും മാത്രമേ സെയിം ഉള്ളൂ, കെയുടെ ഡിഫറെന്റ് ആണ്. അപ്പം ഈ വെക്ടേഴ്സ് എന്താണ്? ഈക്വൽ അല്ല അല്ലേ? ഡിഫറെന്റ് വെക്ടേഴ്സാ. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണോ നോക്കണം അല്ലെ? അപ്പൊ മാഗ്നിറ്റ്യൂഡ് കാണുന്നത് എങ്ങനെയാ? ഫസ്റ്റ് എക്സസൈസ് നമ്മൾ നോക്കി. മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാ? വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് എടുത്തേ. വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ വാല്യൂ എന്താ? കോഎഫിഷ്യന്റ് 1 സ്ക്വയർ പ്ലസ് വൈ ഇവിടെ എന്താണ്? 1. കെയുടെ എന്താണ്? 1. അപ്പൊ എന്താണ്? റൂട്ട് ഓഫ് 1 plus 1 plus 1 which is equal to root of 3. അപ്പോൾ എന്താണ്? വെക്ടർ എ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് 3 കിട്ടി. ഇനി വെക്ടർ ബി നോക്കണ്ടേ? അപ്പോൾ മോഡുലസ് ഓഫ് വെക്ടർ ബി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എടുത്തേ 1 സ്ക്വയർ പ്ലസ് ജെയുടെ എന്താണ്? 1 സ്ക്വയർ പ്ലസ് കെ എന്താണ്? -1 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ എങ്ങനെ വരും? ആൻസർ 1 plus 1 plus -1 into -1 plus 1. So root 3. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? വെക്ടർ എ നോട്ട് ഈക്വൽ ടു വെക്ടർ ബി, ബട്ട് എന്ത് ഈക്വൽ ആണ്? മോഡുലസ് ഓഫ് വെക്ടർ എ ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ ബി. അപ്പോൾ നമ്മൾ രണ്ട് വെക്ടേഴ്സ് എഴുതിയത് കണ്ടോ? സെയിം മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ള ഡിഫറെന്റ് വെക്ടേഴ്സ്. ക്ലിയർ ആയോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ. വെക്ടർ എ ഞാൻ ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ് എടുത്തു. വെക്ടർ ബി എന്ന് പറയുന്നത് ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് മൈനസ് കെ ക്യാപ് എടുത്തു. അത് രണ്ടിൻ്റെയും കോഎഫിഷ്യൻസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് വെക്ടേഴ്സ് സെയിം അല്ല, പക്ഷെ മാഗ്നിറ്റ്യൂഡ് എടുത്തപ്പം സെയിം ആൻസേഴ്സ് കിട്ടി. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എന്ന് പറയുന്നത് സെയിം ആണ്. ക്ലിയർ ആയല്ലോ? ഇനി മൂന്നാമത്തെ എക്സസൈസ് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവരും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. Third question എന്താണ്? Write two different vectors having same direction. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച എന്താണ്? സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ള രണ്ട് ഡിഫറെന്റ് വെക്ടേഴ്സ് എഴുതുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്?
സെയിം ഡയറക്ഷനുള്ള രണ്ട് ഡിഫറെൻറ്റ് വെക്ടേഴ്സ് എഴുതും. ക്ലിയർ ആയോ? സെയിം ഡയറക്ഷൻ സെയിം ആയിരിക്കണം, പക്ഷേ വെക്ടേഴ്സ് എന്തായിരിക്കണം? ഡിഫറെൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള വെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. അപ്പം ഞാനിവിടെ ലെറ്റ് വെക്ടർ എ ഈക്വൽ ടു ഐ ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 3k ക്യാപ് എന്ന് കൊടുക്കുന്നു. വെക്ടർ ബി എന്ന് പറയുന്നത് 2 ഇൻറ്റു ഐ ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 3k ക്യാപ്. ഓക്കെ, 2 ഇൻറ്റു ഐ ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 3k ക്യാപ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രണ്ടും എന്താണ്? ഡിഫറെൻറ്റ് വെക്ടേഴ്സ് ആണ് അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ടു ഡിഫറെൻറ്റ് വെക്ടേഴ്സ് ഹാവിങ് സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷനുള്ള രണ്ട് ഡിഫറെൻറ്റ് വെക്ടേഴ്സ് എഴുതി. ഇത് രണ്ടും എന്താണ്? രണ്ട് ഡിഫറെൻറ്റ് വെക്ടേഴ്സ് അല്ലേ? വെക്ടർ എ എന്ന് പറയുന്നതും വെക്ടർ ബിയുടെയും കോഎഫിഷ്യൻസ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. അപ്പോൾ വെക്ടർ ബി നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു വെക്ടർ എ എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലേ? വെക്ടർ എ തന്നെ എ കൊടുത്തിരിക്കുന്നത് ഐ ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 3k. സോ 2 ഇൻറ്റു എ ക്യാപ് എ വെക്ടർ എന്ന് കൊടുക്കാം. അതിനെ നമുക്ക് വേണേൽ എങ്ങനെ എഴുതാം? വെക്ടർ ബി ഈക്വൽ ടു എം ഇൻറ്റു വെക്ടർ എ. ദാറ്റ് ഈസ് എം എന്ന് പറയുന്നത് 2 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. എം എന്ന് പറയുന്നത് എന്താണ്? 2-നെക്കാട്ടിലും 0-യെക്കാട്ടിലും വലുതാണ്. എമ്മിൻ്റെ വാല്യൂ നമ്മൾ എടുത്തിരിക്കുന്ന 2. സോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? വെക്ടർ ബി നോട്ട് ഈക്വൽ ടു വെക്ടർ എ. വെക്ടർ ബിയും വെക്ടർ എയും ഈക്വൽ അല്ല, പക്ഷെ അതിൻ്റെ ഡയറക്ഷൻ നോക്ക് സെയിം ആണ് അല്ലേ? ഐ ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 3k ക്യാപ്. ഡയറക്ഷൻസ് എന്താണ്? സെയിം ആണ്. മനസ്സിലായോ? ഒരു 2 ഇൻറ്റു വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഡയറക്ഷൻ എന്താണ്? സെയിം ആണ്, പക്ഷെ വെക്ടേഴ്സ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത് എന്താ പോലെ? മൂവ് ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ എല്ലാവരും. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ? Find the values of x and y so that the vectors 2i cap plus 3j cap and xi cap and y plus yj cap are equal. എന്താണ്? രണ്ട് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് വൈയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണെങ്കിൽ, ഏത് കണ്ടീഷൻ ആണെങ്കിൽ? ഇഫ് എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് വെക്ടേഴ്സ്? 2i cap പ്ലസ് 3j ക്യാപ്പും പിന്നെ തന്നിരിക്കുന്ന വെക്ടർ എന്താണ്? xi cap പ്ലസ് yj cap. ഓക്കെ, ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന രണ്ട് വെക്ടേഴ്സ് ആണ് 2i cap പ്ലസ് 3j ക്യാപ്പും xi cap പ്ലസ് yj cap. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഗിവൺ ഡേറ്റ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഇത് തമ്മിൽ ഈക്വൽ ആണെന്നല്ലേ? അപ്പൊ 2i cap പ്ലസ് 3j cap ഈക്വൽ ടു xi cap പ്ലസ് yj cap. നമുക്കറിയാം, we know that if two vectors are equal, രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഈക്വൽ ആണെങ്കിൽ then their components are also equal. എന്താണ്? അതിന്റെ കമ്പോണൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? രണ്ട് വെക്ടേഴ്സ് നമുക്ക് ഗിവൺ ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഈ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് അല്ലേ? ഈ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ കമ്പോണൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ x is equal to 2 and y equal to 3. ക്ലിയർ ആയോ? ഐയുടെ കോഎഫിഷ്യന്റ് ആയ 2ഉം ഐയുടെ കോഎഫിഷ്യന്റ് x. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ്? 2. അതുപോലെ തന്നെ y എന്ന് പറയുന്നത് ജെയുടെ കോഎഫിഷ്യന്റ് y. ഇവിടുത്തെ ജെയുടെ കോഎഫിഷ്യന്റ് 3. സോ y ഈക്വൽ ടു 3. ക്ലിയർ ആയോ? രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ കമ്പോണൻസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ആ കണ്ടീഷൻസ് വെച്ചിട്ട് x എന്ന് പറയുന്നത് 2നോട് തുല്യമായിരിക്കും, y എന്ന് പറയുന്നത് 3യോട് തുല്യമായിരിക്കും. ക്ലിയർ ആയോ? ഫോർത്ത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഇനി നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോറി, ഇത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, 3 അല്ല, ഫോർത്ത് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ഇഫ് 2i പ്ലസ് 3j വെക്ടർ ആൻഡ് xi cap പ്ലസ് yj cap ആർ ഈക്വൽ. ഈ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ എക്സിന്റെ വൈയുടെ വാല്യൂ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എഴുതി രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ കമ്പോണൻസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ x is equal to 2 and y equal to 3. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂവ് ടു ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ.
ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദി സ്കെയിലാർ ആൻഡ് വെക്റ്റർ കമ്പോണൻസ് ഓഫ് ദ വെക്റ്റർ വിത്ത് ഇനിഷ്യൽ പോയിന്റ്. ഇനിഷ്യൽ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് 2,1. ഇനിഷ്യൽ പോയിന്റ് ഞാൻ ഐ ഡോട്ട് പി എന്ന് എഴുതുള്ള ഇനിഷ്യൽ പോയിന്റ്. ടെർമിനൽ പോയിന്റ് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? -5,7. ക്ലിയർ ആയോ? ടെർമിനൽ പോയിന്റ് നമുക്ക് തന്നിരിക്കുന്നത് -5,7. അപ്പൊ ഇതിന്റെ എന്ത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്? സ്കെയിലാർ കമ്പോണൻസും വെക്റ്റർ കമ്പോണൻസും. മനസ്സിലായോ? Find the scalar and vector components of the vector with initial point 2,1 and terminal point -5,7. മനസ്സിലായോ? അപ്പൊ ഈ വെക്ടറിന്റെ ആദ്യം എന്ത് ചെയ്യണം? ഈ ഇനിഷ്യൽ പോയിന്റിന്റെയും ഫൈനൽ പോയിന്റിന്റെയും എന്ത് കാണണം? പൊസിഷൻ വെക്ടർ കാണണം അല്ലെ? പൊസിഷൻ വെക്ടർ ഓഫ് ഇനിഷ്യൽ പോയിന്റ് ആൻഡ് ടെർമിനൽ പോയിന്റോട് കമ്പൈൻ ചെയ്യുമ്പോഴത്തെ പൊസിഷൻ വെക്ടർ കണ്ടെങ്കിലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ? സ്കെയിലാർ കമ്പോണൻസും വെക്ടർ കമ്പോണൻസും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് വി ടേക്ക് ലെറ്റ് വെക്ടർ എ ബി. നമ്മൾ ആദ്യം വെക്ടർ എ ബി ആയിട്ട് എടുക്കുന്നു. എ ഇസ് ദ ഇനിഷ്യൽ പോയിന്റ് ആൻഡ് ബി ഇസ് ദ ടെർമിനൽ പോയിന്റ് ആയിട്ട് എടുക്കുന്നു. സോ പൊസിഷൻ വെക്ടർ ഓഫ് എ എന്ന് പറയുന്നത് ഇനിഷ്യൽ പോയിന്റ്. അപ്പൊ ഇനിഷ്യൽ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? 2i cap plus j cap. ക്ലിയർ ആയോ? നമുക്ക് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വെക്ടർ എ ബി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനിഷ്യൽ പോയിന്റ് എ ആയിട്ട് എടുക്കുന്നു, ടെർമിനൽ പോയിന്റ് ബി ആയിട്ട് എടുക്കുന്നു. അപ്പം പൊസിഷൻ വെക്ടർ ഓഫ് എ എന്ന് പറയുന്നത് 2i cap plus j cap. ഇനി അടുത്ത എന്താണ്? പൊസിഷൻ വെക്ടർ ഓഫ് ബി അല്ലെ? പൊസിഷൻ വെക്ടർ ഓഫ് ബി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? -5i plus 7j. ഇനി എന്ത് കാണണം? പൊസിഷൻ വെക്ടർ ഓഫ് എ ബി കാണാം അല്ലെ? പൊസിഷൻ വെക്ടർ ഓഫ് എ ബി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. അപ്പൊ നോക്കിക്കോ, പൊസിഷൻ വെക്ടർ ഓഫ് AB equal to position vector of B minus position vector of A. ഞാൻ ഷോർട്ട് ആയിട്ട് പി ബി എഴുതിയേക്കുന്ന പൊസിഷൻ വെക്ടർ ആണ് കേട്ടോ. അപ്പൊ പൊസിഷൻ വെക്ടർ ഓഫ് ബി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? -5i cap plus 7j cap minus പൊസിഷൻ വെക്ടർ ഓഫ് എ എന്താണ്? 2i cap plus j cap. ക്ലിയർ ആയോ? ഇനി ഒന്ന് മൈനസ് ചെയ്തേ. -5 -2 അതെന്ത് വരും? -5 -2 എന്ന് പറയുന്നത് -7i cap പ്ലസ് അടുത്ത എന്താണ്? 7 -1 അല്ലെ? ജെയുടെ കോഎഫിഷ്യന്റ് എന്താ? 1. അപ്പൊ 7 - 1 എന്ന് പറയുമ്പോൾ 6j cap. അപ്പൊ നമുക്ക് കിട്ടി പൊസിഷൻ വെക്ടർ ഓഫ് എ ബി. എ ബിയുടെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് -7i cap plus 6j cap. ഇതിൻ്റെ അകത്ത് സ്കെയിലാർ കമ്പോണൻസ് എന്തൊക്കെയാണ്? ഞാൻ മേലോട്ട് എഴുതുവാണേ. സ്കെയിലാർ കമ്പോണൻസ് എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഐ ആൻഡ് ജെ. ഐയുടെയും ജെയുടെയും കോഎഫിഷ്യന്റ്, ദാറ്റ് ഈസ് സ്കെയിലാർ കമ്പോണൻസ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് കിട്ടും? -7 and 6. -7ഉം 6ഉം ആണ് സ്കെയിലാർ കമ്പോണൻസ്. വെക്റ്റർ കമ്പോണന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഴുതിയ സാധനം -7iയും പിന്നെന്താണ്? 6j. ക്ലിയർ ആയോ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദി സ്കെയിലാർ ആൻഡ് വെക്റ്റർ കമ്പോണൻസ് ഓഫ് ദ വെക്റ്റർ വിത്ത് ഇനിഷ്യൽ പോയിന്റ് ആൻഡ് ടെർമിനൽ പോയിന്റ്. നമുക്ക് ഒരു വെക്റ്ററിന്റെ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തന്നു. ഫസ്റ്റ് നമ്മൾ എ ബി ആയിട്ട് ആ വെക്റ്ററിനെ കൺസിഡർ ചെയ്തു. വെക്റ്റർ എയെ നമ്മൾ ഇനിഷ്യൽ പോയിന്റ് ആയിട്ട് എടുത്തു, വെക്റ്റർ ബിയെ നമ്മൾ ടെർമിനൽ പോയിന്റ് ആയിട്ട് എടുത്തു. തന്നിരിക്കുന്ന വാല്യൂ വെച്ചിട്ട് നമ്മൾ അത് എഴുതി. ദെൻ നമ്മൾ എന്ത് കണ്ടു? പൊസിഷൻ വെക്റ്റർ ഓഫ് എ ബി കണ്ടു. ദാറ്റ് ഈസ് പൊസിഷൻ വെക്റ്റർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് ചെയ്തു, നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. പൊസിഷൻ വെക്ടർ ഓഫ് എ ബി എന്ന് പറയുന്നത് -7i cap plus 6j cap ആണ് കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് സ്കെയിലാർ കമ്പോണൻസ് നമുക്ക് കിട്ടി -7ഉം 6ഉം. വെക്ടർ കമ്പോണന്റ് നമുക്ക് കിട്ടി -7iയും 6j. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഇനി മൂവ് ടു ദ സിക്സ്ത് ക്വസ്റ്റ്യൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് നോക്കിക്കേ. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദി സം ഓഫ് ദ വെക്റ്റർ
എ ബി ആൻഡ് സി 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ സം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? 3 വെക്ടേഴ്സ്, വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി. നമുക്ക് കാണേണ്ടത് എന്താണ്? വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി. സിമ്പിൾ ആണ്. ഡയറക്റ്റ് ആയിട്ട് കോഎഫിഷ്യൻസ് വെച്ച് നമ്മളൊന്ന് എന്ത് ചെയ്താൽ മതി? സം ചെയ്താൽ മതി.